നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുകിട വ്യവസായ അസോസിയേഷൻ ഇടുക്കി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ വ്യവസായ സംവാദവും ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫിന് സ്വീകരണവും നൽകി. ഇടുക്കി വികസന പാക്കേജ് പ്രകാരം നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇടുക്കി പാക്കേജ് അവലോകന യോഗത്തിൽ തീരുമാനം. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി, നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അമിത ലോഡുമായി എത്തുന്ന തടിലോറികൾ സർവീസ് വയറുകളും കേബിളുകളും പൊട്ടിക്കുന്നത് പതിവാകുന്നു. കരിമണ്ണൂർ ഏഴുമുട്ടം ഭാഗങ്ങളിലാണ് ആളുകൾക്ക് ഭീഷണിയായി നിയമം പാലിക്കാതെ തടിലോറികളുടെ അനധികൃത സർവീസ്. ഉത്തരവാദിത്വപ്പെട്ട പാർട്ടി നേതാക്കന്മാർ വാർത്തയിൽ ഇടം പിടിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന രീതി ശരിയാണോ എന്ന് അവർ തന്നെ പരിശോധിക്കണമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന പരമ്പരാഗത തൊഴിലായ കള്ളുചെത്ത് വ്യവസായത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന മനോജ് കോക്കാട്ട് പിൻവലിക്കണമെന്ന് BMS സംസ്ഥാന സെക്രട്ടറി CV വർഗീസ് ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. ചെറുകിട വ്യവസായ അസോസിയേഷൻ ഇടുക്കി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ വ്യവസായ സംവാദവും ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫിന് സ്വീകരണവും നൽകി. തൊടുപുഴ വ്യവസായ ഭവനിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജോസഫ് T സിറിയക്, രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് അബു ജോൺ ജോസഫിനെ ആദരിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ചെറുകിട വ്യവസായ അസോസിയേഷൻ ഇടുക്കി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ വ്യവസായ സംവാദവും നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫിന് സ്വീകരണവും നൽകി. തൊടുപുഴ വ്യവസായ ഭവനിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജോസഫ് T സിറിയക്, രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് അബു ജോൺ ജോസഫിനെ ആദരിച്ചു. മുൻ പ്രസിഡന്റ് ബേബി ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി. ട്രഷറർ B ജയകൃഷ്ണൻ, സെക്രട്ടറി ജോബി ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അബു ജോൺ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. വ്യവസായ മേഖലയിലുള്ളവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സംവാദത്തിൽ ഉയർന്നു വന്നു. പ്രശ്നപരിഹാരത്തിന് പരിശ്രമിക്കുമെന്ന് നിയമസഭാ ചീഫ് വിപ്പ് പറഞ്ഞു. ജില്ലയിലെ നിരവധി വ്യവസായികളും ചടങ്ങിൽ പങ്കെടുത്തു. തീർച്ചയായിട്ടും ഈ ഒരു പുതിയ ഒരു സർക്കാർ നിലവിൽ വന്ന ഒരു പശ്ചാത്തലത്തില് ആ ഗവർണറുടെ നയപ്രഖ്യാപന ഡോക്യുമെന്റ് ഞാൻ അയച്ചത് നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്, അഡ്രസ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഫിനാൻസ് മിനിസ്റ്ററും CM ഒരേ വ്യക്തിയാണ്. അപ്പം ആ രീതിയിലുള്ള ഒത്തിരി ആളുകളെ അദ്ദേഹം കൺസൾട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രി പ്രധാനമന്ത്രി അടുത്ത് പോയി 45 മിനിറ്റ് അദ്ദേഹം ചർച്ച ചെയ്തു. അത് തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് മാക്സിമം ഫണ്ടുകൾ കൊണ്ടുവരാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് തുടക്കമാണെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം കേന്ദ്ര ഫണ്ട് അത് വേറെ ഏതോ പാർട്ടിയുടെയാണ്, അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നത് അത്ര ശുദ്ധ മണ്ടത്തരം. ഒരു ഭരണകൂടം അങ്ങനെ ഒരു നിലപാട് എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനം നന്നാകുന്നത്? നമുക്ക് അവകാശപ്പെട്ട ഫണ്ട് മുഴുവൻ എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കുക എന്നുള്ളത് വിട്ടിട്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഇവിടെ പറഞ്ഞ ഒത്തിരി സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടുകൾ ഞാൻ ആദ്യമേ നമ്മള് കാർഷിക വകുപ്പിനെ കുറിച്ചൊന്ന് ചിന്തിച്ചായിരുന്നു, അതിന്റെ പോസിബിലിറ്റി. ഞാൻ കുറെ സെൻട്രലിലുള്ള കുറെ നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടു. അവരെന്നോട് പറഞ്ഞത് കേരളത്തിലുള്ള ആളുകൾക്ക് സെൻട്രൽ സ്കീമിനെ കുറിച്ച് സീറോ അവയർനെസ് ആണ്. അതായത് ഈ കാർഷിക മേഖല ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്കീമുകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതൊന്നും ഇങ്ങോട്ട് പ്രോജക്ട്സ് ആക്കി കൊണ്ടുവരാനുള്ള ഒരു ബ്യൂറോക്രാറ്റിക് കഴിവ്, അല്ലെങ്കിൽ അവരെ ഡ്രൈവ് ചെയ്യാനുള്ള, അവരെ പുഷ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഭരണാധികാരികൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും. പണ്ട് അപശൻ റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ ആ ഒരു 5 വർഷമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫ്ലഡ് റിലീഫിലും മറ്റേതൊക്കെ ആയിട്ട് കേന്ദ്ര ഈ ദുരിതാശ്വാസവും ഫ്ലഡിലും ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് മേടിച്ചെടുത്ത ഒരു കാലഘട്ടം അതാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി വികസന പാക്കേജ് പ്രകാരം നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇടുക്കി പാക്കേജ് അവലോകന യോഗത്തിൽ തീരുമാനം. ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി, നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA,
MLA-മാരായ റോയ് കെ പോലോ, സിറിയക് തോമസ്, സേനാപതി വേണു, F. രാജ തുടങ്ങിയവർ പങ്കെടുത്തു. വികസന പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇടുക്കി വികസന പാക്കേജ് പ്രകാരം നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇടുക്കി പാക്കേജ് അവലോകന യോഗത്തിൽ തീരുമാനമായി. ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്, MLA-മാരായ റോയ് കെ പോലോ, സിറിയക് തോമസ്, സേനാപതി വേണു, F. രാജ തുടങ്ങിയവർ പങ്കെടുത്തു. വികസന പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇടുക്കി ജില്ലയുടെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം ലക്ഷ്യമിട്ടാണ് സർക്കാർ ഇടുക്കി വികസന പാക്കേജ് നടപ്പാക്കുന്നത്. ജില്ലയുടെ സവിശേഷ ഭൂപ്രകൃതിയും കാലാവസ്ഥയും പ്രയോജനപ്പെടുത്തി സുസ്ഥിര വികസനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. 2021 പാക്കേജ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ രൂപീകരിച്ചത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടർമാരായ VM ആര്യ, അരൂപ് ഗാർഗ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S. രജിത്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ T. ജ്യോതിമോൾ, വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏലം കൃഷിനാശത്തിന് ധനസഹായം നൽകുന്നതിനായുള്ള പാക്കേജ് വേഗത്തിൽ നടപ്പിലാക്കുവാനും യോഗത്തിൽ നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അമിത ലോഡുമായി എത്തുന്ന തടിലോറികൾ സർവീസ് വയറുകളും കേബിളുകളും പൊട്ടിക്കുന്നത് പതിവാകുന്നു. കരിമണ്ണൂർ ഏഴുമുട്ടം ഭാഗങ്ങളിലാണ് ആളുകൾക്ക് ഭീഷണിയായി നിയമം പാലിക്കാതെ തടിലോറികളുടെ അനധികൃത സർവീസ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര പരിശോധനയില്ലാത്തതാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കൂടാതെ പ്രദേശത്തെ കേബിൾ ഓപ്പറേറ്റർമാർക്കും ഭീഷണിയാണ് ഇത്തരം വാഹനങ്ങൾ. ദിവസേന 4000 രൂപയുടെ നഷ്ടമാണ് ഇവർ നേരിടുന്നത്. ഞർക്കുറ്റി കരിമണ്ണൂർ റൂട്ടിൽ നിന്ന് ഏഴുമുട്ടം തിരിഞ്ഞു പോകുന്ന വഴിയിൽ ഡെയിലി ഒരു 3, 4, 5 ലോഡ് ഓവറായിട്ട് തടികൾ കയറ്റി വരുന്നു. അപ്പോൾ എല്ലാ ദിവസവും തന്നെ കേബിൾ പറിക്കുകയും നാശനഷ്ടങ്ങളുണ്ടാവുകയും സർവീസുകൾ പറിക്കുന്നു, ഇലക്ട്രിസിറ്റിയുടെ ലൈനിൽ മുട്ടുന്നു, ഷോർട്ടാവുന്നു, മൊത്തം പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് തന്നെ ഒരു പലപ്പോഴായിട്ട് പേര് 10,000-5,000 രൂപയുടെ കൂടുതൽ നഷ്ടം വന്നിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ആ ലോഡ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരുകയോ ചെയ്യാൻ ഉന്നതാധികാരികളുടെ ഇടയിൽ നിന്നും ചെയ്തു തരേണ്ടതാണ്. അതാണ് നമ്മുടെ ആവശ്യം. അല്ലാണ്ട് നമുക്ക് അവരെ ഉപദ്രവിക്കണമെന്നൊന്നുമില്ല. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാർ വാർത്തയിൽ ഇടം പിടിക്കാൻ വേണ്ടി എന്തു വിളിച്ചു പറയുന്ന രീതി ശരിയാണോ എന്ന് അവര് തന്നെ പരിശോധിക്കണമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. തെരഞ്ഞെടുപ്പ് തോൽവി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും കക്ഷി നേതാക്കന്മാരുടെ വ്യക്തിപരമായ തോൽവിയായി താൻ കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്തകൾ ഇടം പിടിക്കാൻ വേണ്ടി ഏതും പറയുന്ന രീതി നല്ലതാണോ എന്ന് അവർ പരിശോധിക്കണം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള ഏതെങ്കിലും കക്ഷി നേതാക്കന്മാരുടെ പ്രത്യേകമായ വ്യക്തിപരമായ തോൽവിയായി ഞങ്ങൾ കാണുന്നില്ല. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളും തോൽക്കാനിടയായ സാഹചര്യം വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തോടു കൂടി വിലയിരുത്തിയിട്ടുള്ളവരാണ്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലപാട് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കക്ഷിയെ പ്രത്യേകമായി പരാമർശിക്കപ്പെടുന്ന ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി പരിശോധിച്ചതൊന്നും ഞങ്ങൾക്കുണ്ടായിട്ടുള്ള സംഘടനാപരമായ ദൗർബല്യം എന്താണ്, 2 കേരളത്തിൽ മധ്യ കേരളത്തിലുണ്ടായിട്ടുള്ള ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നടത്തിയിട്ടുള്ള അപവാദ പ്രചരണങ്ങളും UDF നടത്തിയാലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ അപവാദ പ്രധാനപ്പെട്ട കാര്യമാണ്. പച്ചക്കള്ളമല്ലേ പറഞ്ഞിട്ട് UDF-ൻ്റെ അപവാദ പ്രചരണങ്ങളും ഈ തൊഴിൽ ജനങ്ങൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളൊരു കാര്യം, ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യം ഒന്നിച്ചെന്ന് പ്രവർത്തിച്ചു. ഗവൺമെൻറ് തീരുമാനമെടുത്തു. അത് ജനങ്ങൾക്ക് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നില്ല, ജനങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ വന്നിരുന്നില്ല. അതിതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ തോൽവിയുടെ കാരണങ്ങളാണ്. ദേവിടത്ത് CPയെ സംബന്ധിച്ച് പരാമർശിക്കേണ്ട ഏതെങ്കിലും ഒരു പ്രത്യേക പ്രശ്നം ഞങ്ങളില്ല. പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ CPM നേതൃത്വത്തിനോട് ചോദിക്കാം, എന്താണ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ ആക്ഷേപമൊക്കെ കേൾക്കുന്നല്ലോ. നാളെ ഇന്നത്തെ കാലത്തൊന്നും കേൾക്കുന്നതാണോ? തല കത്തുമ്പോൾ മല കത്തുന്നൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൂ. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു CPM-ൻ്റെ ഒരു കുത്ത് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യത്തിനപ്പുറമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യമില്ല. അതെന്തിനാ? അത് അവരുടെ പാർട്ടി നേതൃത്വം ഏതെങ്കിലും പിഴവ് കാണിച്ചാൽ അവർ തിരുത്തിക്കട്ടെ. ഞാനെന്തിനാ അവരോട് സംസാരിച്ചത്? 2 പേരോട് ഇരുന്ന് മേശയ്ക്ക് വിട്ടിരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. CPI നേതൃത്വമാണ്. അദ്ദേഹം ഇങ്ങനെ ഇതിനു മുമ്പും രാജയ്ക്കെതിരായി അവിടെ വലിയ സമരം നടത്തില്ല. ഇദ്ദേഹത്തെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന് 15 ദിവസം മുമ്പ് സമരം നടത്തിയില്ലേ? അപ്പം അന്ന് CPI നേതൃത്വം അയാളെ കറക്റ്റ് ചെയ്യണ്ടായിരുന്നു. ഇപ്പോഴത് അവരുടെ മണി
വ്യക്തിവിദോഷത്തിന്റെ ഭാഗമായി എടുക്കുന്ന ഒന്ന് രാഷ്ട്രീയമല്ല, അതൊക്കെ താൽക്കാലികം മാത്രം. അവർ CPI നേതൃത്വമാണ്. ഞങ്ങളൊരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഒരു സ്ഥലത്തും ഞങ്ങളുടെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലോ ഏതെങ്കിലും 5 മണ്ഡലം നിയോജകമണ്ഡലം കമ്മിറ്റിയിലോ ഇന്ന കക്ഷിയുടെ കൈവശമുള്ള വെളുപ്പുകേടുകൊണ്ടാണ് തോറ്റെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം പിന്നെ പറയാത്ത ഇപ്പോൾ CPIക്കാരോട് ഞങ്ങൾ നിർത്തിയാൽ അത് അവരവിടെ പാർട്ടിയെ തിരുത്തിട്ട് അതിനപ്പുറമൊന്നും നമുക്കില്ല. ഫിഫ ലോകകപ്പിന് ആവേശം പകർന്ന മീൻമുട്ടി മാർ മാത്യൂസ് UP സ്കൂളിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തി. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോജോ കടുകുമാക്കൽ ഉദ്ഘാടനം ചെയ്തു. HM ജിൻഡോ തോമസ്, PTA പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ ബിൻസി മാർട്ടിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. മുതലക്കോടം പഴുക്കാക്കുളം പ്രദേശത്ത് അനുവദിച്ച വെൽനസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് യോഗം സംഘടിപ്പിച്ചു. പഴുക്കാക്കുളത്ത് പ്രവർത്തിക്കുന്ന നന്മ സ്വാശ്രയ സംഘത്തിൽ നടത്തിയ യോഗത്തിൽ വാർഡ് കൗൺസിലർമാരായ മേഴ്സി സെബാസ്റ്റ്യൻ, അനീഷ് ജോൺ, മിനി ടോമി എന്നിവർ നേതൃത്വം നൽകി. വാർഡിലെ അംഗങ്ങളും സ്വാശ്രയ സംഘങ്ങളും റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികളും പങ്കെടുത്തു. ഹരിത റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് തുരുത്തിക്കാട്ട്, പ്രതീക്ഷ സ്വാശ്രയ സംഘം പ്രസിഡന്റ് ജോസഫ് പള്ളത്ത്, ലക്ഷ്യ സ്വാശ്രയ സംഘത്തിന്റെ ഭാരവാഹികളായ ഷാജു പോൾ, റെജി കുര്യാക്കോസ്, നന്മ സ്വാശ്രയ സംഘം പ്രസിഡന്റ് ഇമാനുവൽ സെബാസ്റ്റ്യൻ, സെക്രട്ടറി സിബിൻ ജോസ്, ട്രഷറർ ജിയോ ജോസ് പള്ളത്ത്, കമ്മിറ്റി അംഗങ്ങളായ റോയി ലൂക്ക പുത്തൻകുളം, ബേസിൽ ജോൺ എന്നിവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ല. വിവരം ലഭിച്ചാൽ പോലീസിനെ അറിയിക്കാൻ മടിക്കരുതെന്ന് റോയി കെ പോലോസ് MLA. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മയക്കുമരുന്നുകളുടെയും രാസലഹരികളുടെയും ഉപയോഗത്തിലേക്ക് യുവതലമുറ വ്യാപകമായി വഴുതി വീഴുന്ന സാഹചര്യത്തിൽ സമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് റോയി കെ പൗലോസ് MLA. ഗ്രാമപ്രദേശങ്ങളിൽ പോലും ലഹരി വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കാൻ ആരും മടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവം 2026 പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇന്നടത്തതേ ഇന്ന കുഴപ്പം നടക്കുന്നു, ഇല്ലെങ്കിൽ ഇന്ന കടയിലുണ്ട്, ഇല്ലെങ്കിൽ ഇന്ന വീട്ടിലുണ്ട്, ഇല്ലെങ്കിൽ ഇന്ന ആളുകൾ ചെയ്യുന്നു, നിങ്ങളത് അറിയിക്കുക. അത്തരമുള്ള ഏത് ആളുകളാണേലും പണത്തോടുള്ള ആർത്തി മൂത്ത ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന ആ സംവിധാനത്തെ തകർക്കേണ്ടത് നമ്മളിൽ ആവശ്യമാണ്. അതുകൊണ്ട് അത്തരമുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും അത് അറിയിക്കണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ വിജയത്തെ മുഴുവൻ കുട്ടികളെയും ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ ചില പണക്കുതിയന്മാർ ലഹരി വിപത്ത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്നും തെറ്റ് ആരുടെ ഭാഗത്തു നിന്നായാലും നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്നും MLA വ്യക്തമാക്കി. ലഹരി വ്യാപനത്തിനെതിരെ പൊതുസമൂഹവും യുവജനങ്ങളും രക്ഷിതാക്കളും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവം 2026 പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നി മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ്, പോസ്റ്റർ രചന മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു. വിദ്യാഭ്യാസ, കായിക, കലാമേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, വിജി കണ്ണൻ, ബിജു നില, AP ഉസ്മാൻ, സെലിൻ വിൽസൺ, റിൻസി സിബി, പ്രഭാത് തങ്കച്ചൻ, ടിൻഡു സുഭാഷ്, അമ്മിണി ജോസ്, സിബി തകരപ്പള്ളി, സിജി ചാക്കോ, ജോസഫ് പാലാട്ടിൽ, രവി സുധാകരൻ, നൌഷാദ് TE എന്നിവരടക്കമുള്ള ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന പരമ്പരാഗത തൊഴിലായ കള്ളുചെത്ത് വ്യവസായത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന മനോജ് കോക്കാട്ട് പിൻവലിക്കണമെന്ന് BMS സംസ്ഥാന സെക്രട്ടറി CB വർഗീസ് ആവശ്യപ്പെട്ടു. വ്യാജ കള്ള് ലഭ്യമാണെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായ കള്ളുചെത്ത് വ്യവസായത്തിലെ തൊഴിലാളികളെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിലെ ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീ മനോജ് കോക്കാടിൻ്റെ ഒരു പ്രസ്താവന കാണുവാനിടയായി. ആ പ്രസ്താവന ശരിയായിട്ട് വസ്തുതകൾ പഠിക്കാതെ നടത്തിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പരമ്പരാഗത വ്യവസായത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്.
ഈ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇന്ന് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, അതുപോലെ ഗോവിന്ദാപുരം പോലുള്ള മേഖലകളിൽ പോയി രാപ്പകലില്ലാതെ പണിയെടുത്ത് ആ തൊഴിലാളികൾ ഉപജീവനമാർഗം നേടുന്നുണ്ട്. അവരെ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് ഒരു തൊഴിൽ മേഖലയെ ബാധിക്കുന്ന തരത്തിലേക്ക് വളരുന്നത് ശരിയായ നിലപാടല്ല. അതുകൊണ്ട് ആ പ്രസ്താവന പിൻവലിക്കണം. കാരണം നിരവധി തൊഴിലാളികൾ ആ രംഗത്ത് പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുന്ന ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഈ പ്രസ്താവന ഇറക്കിയ ആളുകൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉത്തരവാദിത്തപ്പെട്ട ട്രേഡ് യൂണിയൻ എന്നുള്ള രീതിയിൽ ആ തൊഴിലാളികൾ പ്രതികരിച്ച് കൊണ്ടേ കാണിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ യാതൊരു പഠനത്തിൻ്റെയോ അടിസ്ഥാനപരമായ കാര്യമോ ഇല്ലാതെയാണ് ഈ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. കേരളത്തിലെ വ്യാജമദ്യം ഉണ്ടെങ്കിൽ ആ വ്യാജമദ്യത്തെ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഇല്ലാത്ത വ്യാജമദ്യത്തിൻ്റെ കഥ പറഞ്ഞ് ഒരു വിഭാഗം തൊഴിലാളികളെ അടച്ചാക്ഷേപിക്കുന്ന രീതി ശരിയല്ല. കോൺഗ്രസ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കോ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ UDF ഗവൺമെൻറ് അവസാന കാലത്ത് തുടങ്ങി വെച്ച ഈ മദ്യ നയം, ആ മദ്യനയം ഇരട്ടി വേഗത്തിൽ, അതായത് കേരളത്തിലെ വിദേശ മദ്യ ഷാപ്പുകൾ 3 ഇരട്ടി, 300-ൽ പരം വിദേശ മദ്യ ഷോപ്പുകൾ ഉണ്ടായിരുന്ന 1000-ൽ പരം വിദേശ മദ്യ ഷോപ്പുകളായിട്ട് വർദ്ധിച്ചു. ഇപ്പം കേരളത്തിലെ വിദേശ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഈ LDF ഗവൺമെൻറ് കൊണ്ടുവന്നത്. UDF ഗവൺമെൻറ്റിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ മദ്യനയം തിരുത്തി കേരളത്തിലെ വിദേശ മദ്യ ഷാപ്പുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് വേണ്ടത്. അതുപോലെ ഏതെങ്കിലും ആളുകൾ ഒരു ഇസ്രായേലിൽ പോയ ഒരു പെണ്ണിൻ്റെ ഒരു വാട്സപ്പ് സന്ദേശവും ഇതിനകത്ത് പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അത് വസ്തുതയ്ക്ക് വരുന്നത്. ഇസ്രായേലിലിരിക്കുന്ന ആളുകൾ ഇവിടെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളുകൾ മദ്യം, ഈ കള്ള് ഷാപ്പിൽ മദ്യം കഴിച്ചാണ് അസുഖം ബാധിച്ചതെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു അടിസ്ഥാനമില്ലാത്ത, യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. കള്ള് ഷാപ്പിൽ ജോലിയെടുക്കുന്ന ചെത്തുതൊഴിലാളികളെ, പരമ്പരാഗത ചെത്തുതൊഴിലാളികളെ ഗുരുതരമായി അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാവും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ വസ്തുതകൾ പഠിക്കാതെ ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തു കൂടിയാണ് ശ്രീ മനോജ് കോക്കാട്. വസ്തുതകൾ പഠിച്ച് ഈ വിഷയത്തിൽ ഒരു പരമ്പരാഗത തൊഴിൽ മേഖലയിലെ തൊഴിലിനെ ബാധിക്കുന്ന വിഷയത്തിലേക്ക് ഇടപെടണം എന്ന് ഈ അവസരത്തിൽ ഭാരതീയ മുസ്ലിം സംഘത്തിനെ പ്രതികരിച്ച് പറയാൻ. കരിങ്കുന്നത്ത് MDMA-യുമായി ഒരാൾ അറസ്റ്റിൽ. കാഞ്ഞിരമറ്റം പള്ളിപ്പാട്ട് വീട്ടിൽ A. ശ്രീകുമാറാണ് പ്രതി. കരിങ്കുന്നം പോലീസ് നടത്തിയ പരിശോധനയിലാണ് 5.160 ഗ്രാം MDMA-യുമായി ഇയാളെ പിടികൂടിയത്. തെരഞ്ഞെടുക്കപ്പെട്ട ചെമ്പകപ്പാറ NSS കരയോഗം ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്തുവാനും കരയോഗം മന്ദിരം സമ്മർദ്ദം ചെലുത്തി കൈവശപ്പെടുത്തുവാനുമുള്ള നീക്കങ്ങളെ ശക്തമായി അപലപിക്കുന്നതായി കരയോഗം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കരയോഗ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാതിരുന്നവരും കരയോഗത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയവരും ചേർന്ന് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തി കരയോഗ മന്ദിരം കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ലഹരി വസ്തുക്കൾ മന്ദിരത്തിൽ സൂക്ഷിച്ചു എന്നതുൾപ്പെടെയുള്ള വ്യാജ ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചുകൊണ്ടാണ് സമ്മർദ്ദം ചെലുത്തുന്നതെന്നും അവർ ആരോപിച്ചു. നിരവധി ആളുകൾ കൂട്ടം കൂടി നിന്ന സംഘർഷാവസ്ഥയിൽ ഒരാൾ ലഹരി വസ്തുക്കൾ അടങ്ങിയ ചാക്കുമായി പുറത്തേക്ക് പോയി എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. പോലീസ് എത്തിയ ശേഷം ഒരാൾ ദൂരെ നിന്നും ചാക്കുമായി എത്തുകയും ഇത് മന്ദിരത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചതാണെന്ന് ആരോപിക്കുകയുമായിരുന്നു. എന്നാൽ ഇത് തുറന്ന് പരിശോധിക്കാതെ പോലീസ് കൊണ്ടുപോയി. കുടുംബമായി ജീവിക്കുന്ന വ്യക്തികളെ സംഘടനയിലെ പ്രശ്നങ്ങളുടെ പേരിൽ സമൂഹത്തിന്റെ മുൻപിൽ അപകീർത്തിപ്പെടുത്തുന്ന നടപടിക്കെതിരെ പോലീസിൽ പരാതി നൽകും. ഏതാണ്ടൊരു 2021 ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയാണ് ഞങ്ങളുടെ കരയോഗത്തിൻ്റെ ഭരണസമിതി. ഈ ഭരണസമിതി ഔദ്യോഗികമായി ഈ കാലഘട്ടത്തിൽ സുഗമമായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ്റെ ചില പ്രവർത്തനങ്ങളും ചില വിഭാഗീയ പ്രവർത്തനങ്ങളും കരയോഗ യൂണിയൻ ഉണ്ടായപ്പോൾ ഇരു വിഭാഗങ്ങളിലേക്ക് കുറച്ച് ആൾക്കാർ ആ വിഭാഗത്തിലേക്കും കുറച്ച് ഞങ്ങൾ ഔദ്യോഗികമായി ഞങ്ങളുടെ കരയോഗത്തെ പ്രവർത്തനങ്ങളുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ ഈ അടുത്ത കുറേ കാലങ്ങളിലായിട്ട് ഈ വിഭാഗം ആൾക്കാർ അവരാണ് ചെമ്പകപ്പാറ കരയോഗത്തിൻ്റെ ഔദ്യോഗിക പക്ഷം എന്ന് പറഞ്ഞ് പലയിടത്തും യോഗങ്ങൾ കൂടുകയും പല സോഷ്യൽ മീഡിയകൾ വഴി പല പോസ്റ്റുകളുമൊക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെമ്പകപ്പാറ കരയോഗത്തിൽ ഞങ്ങളുടെ കയ്യിലായിരുന്നു. അതിൻ്റെ ഔദ്യോഗികമായ എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലാണ്. ഔദ്യോഗികമായി ഞങ്ങൾ കൃത്യമായും കഴിഞ്ഞ ഞായറാഴ്ച വരെ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഞങ്ങളുടെ 31-ാം തീയതിയായിരുന്നു ഞങ്ങളുടെ വാർഷിക പൊതുയോഗം. 54ാമത് വാർഷിക പൊതുയോഗവും ഞങ്ങളതിനകത്ത് വെച്ച് കൂടി. ആ വാർഷിക പൊതുയോഗം കൂടിയതിൻ്റെ പിറ്റേ ദിവസമാണ് എളുപ്പനെയ്യ് ഔദ്യോഗികമായി അതിൻ്റെ ഈ തൊട്ടടുത്ത ദിവസം തന്നെ ഈ എളുപ്പനെയ്യും ഇതിലൊരു തർക്കം അവിടെ ഉടലെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. എങ്കിൽ പോലും ഇത്
എളുപ്പത്തരത്തിൽ ഒരു ഡിസ്ട്രിബ്യൂട്ട് ഒരു പ്രവർത്തനം അവിടെ നടക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഈ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 10:30 ഒരു വിഭാഗം ആൾക്കാർ പുറത്തു നിന്നുള്ളതുമായ ഒരു വിഭാഗം ആൾക്കാരോട് വന്ന് കരയോഗ മന്ദിരം അടിച്ചു പൊളിക്കുകയും അതിൻ്റെ അകത്ത് കയറുകയും ചെയ്തു. അപ്പോൾ കരയോഗ മന്ദിരം അടിച്ചു പൊളിച്ചതും അതിൻ്റെ അകത്ത് കൂട്ട് പൊളിച്ച് അതിൻ്റെ അകത്ത് കയറിയ സാഹചര്യത്തിൽ അപ്പം ഞങ്ങളൊക്കെ 1 കിലോമീറ്ററൊക്കെ അപ്പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. 1, 2, 3 കിലോമീറ്റർ ചുറ്റളവിലാണ് താമസിക്കുന്നത്. ഞങ്ങളെല്ലാവരും അറിയുകയും എളുപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഓടിച്ചെല്ലുകയും ചെയ്യുമ്പോൾ കരയോഗ മന്ദിരം പൊളിച്ച് അതിൻ്റെ അകത്ത് കയറുകയും അതിൻ്റെ അകത്തെ വാതിലുകൾ പൊളിച്ച് മാറ്റപ്പെടുകയും എല്ലാം ചെയ്തിരിക്കുകയാണ്. കുറേ ആൾക്കാർ അതിൻ്റെ അകത്ത് നിൽക്കുന്നു. ഞങ്ങൾ കയറിച്ചതും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ കയറിച്ചത് ആ സാഹചര്യത്തിൽ എടുക്കുന്ന തങ്കമണി പോലീസ് സ്റ്റേഷൻ്റെ പോലീസിൽ നിന്ന് വിവരം അറിയിക്കുകയും പോലീസുകാർ ഒരു 15 മിനിറ്റ് പോലീസുകാർ അവിടെ എത്തുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ എത്തിയ ആ സമയം മുതൽ പോലീസുകാർ അവരുടെ കർത്തവ്യം നിർവഹണം എന്നുള്ള നിലയ്ക്ക് വീഡിയോ പിടിക്കുകയും ഈ പ്രശ്നങ്ങൾ നിങ്ങൾ സമാധാനപരമായിട്ട് പറഞ്ഞു തീർക്കണം, അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുകയും ഞങ്ങളോടും അഭ്യർത്ഥിച്ചു. അതനുസരിച്ച് ഞങ്ങൾ ആ പരിപാടിയിൽ നിന്ന് മാറി നിന്നു. ആ പരിപാടിയിൽ നിന്ന് ഞങ്ങൾ മാറി ഞങ്ങൾ മുറ്റത്തിറങ്ങി നിന്നു. അപ്പോൾ അവരെ വന്നവരെ എല്ലാം തന്നെ പോലീസ് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ CI സ്ഥലത്ത് വന്നു. CI സ്ഥലത്ത് വന്നപ്പോൾ CI അവരോട് സംസാരിച്ചു, ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല നിയമപാലകർ പറയുന്ന ഒരു കാര്യത്തിൽ. അപ്പോൾ അവർ പറയുന്നു അവരുടെയാണ് കരയോഗ മന്ദിരത്തിൽ അവർ നേരത്തെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവർ ആയിരുന്നത് കൊണ്ട് തന്നെ ഇവർ വന്ന് നിങ്ങൾ അതിക്രമിച്ച് കയറുകയായിരുന്നു എന്നാണ് അവർ CIയോട് സംസാരിച്ചത്. CIക്ക് ആ കാര്യങ്ങൾ അങ്ങനല്ല എന്ന് ബോധ്യമാവുകയും CI പറഞ്ഞൊരു കാര്യം ഞാൻ താഴോട്ട് കൂട്ടിയിട്ട് താക്കോൽ ഞാൻ കൊണ്ടുപോകണം, നമുക്ക് സമാധാനപരമായി തങ്കമണി സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് കരയോഗ നേതൃത്വത്തെ ആക്ഷേപിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തി കരയോഗത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും സ്വയം രാജിവെച്ച് ഒഴിഞ്ഞ ആളാണെന്നും സംഘർഷ അന്തരീക്ഷം സൃഷ്ടിച്ച് കരയോഗ മന്ദിരം കൈവശപ്പെടുത്തുമെന്ന് ഈ വ്യക്തി പറയുന്നതിന്റെ ശബ്ദ സന്ദേശം തങ്ങളുടെ കയ്യിലുണ്ടെന്നും പ്രസിഡന്റ് PB ഗിരീശൻ നായർ, ES ശ്രീകാന്ത്, PG മനോജ് കുമാർ, അനീഷ് കുമാർ, ബിനു തങ്കപ്പൻ, PV സുനിൽകുമാർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ലഹരി ഗുണ്ടാ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റ് വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് നിവേദനം നൽകി. ജില്ലാ ആസ്ഥാന മേഖലയിൽ ഇത്തരം സംഘങ്ങളെ നിയന്ത്രിക്കാൻ മഫ്തിയിൽ ഉൾപ്പെടെ പോലീസിന്റെ സേവനം നിർബന്ധമാണെന്ന് വനിതാ വിംഗ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 മാസമായി ചെറുതോണി ടൗൺ കേന്ദ്രീകരിച്ച് കൗമാരക്കാരും യുവാക്കളും ഉൾപ്പെടുന്ന ഒരു സംഘം ലഹരിയുടെ സ്വാധീനത്തിൽ ആക്രമണങ്ങൾ, അസാമൂഹിക പ്രവർത്തനങ്ങൾ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കിയിരിക്കുകയാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ മൂലം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾക്കും വ്യാപാരികൾക്കും സുരക്ഷാ ഭീഷണി നേരിടുന്ന സാഹചര്യമാണുള്ളതെന്നും പരാതിയിൽ പറയുന്നു. അംഗങ്ങളിൽ നിന്നും ഒപ്പുകൾ ശേഖരിച്ച ശേഷമാണ് വനിതാ വിംഗ് പ്രവർത്തകർ ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവിന് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഷയം അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ SP DYSPക്ക് നിർദ്ദേശം നൽകി. അടുത്തിടെ ഇറച്ചി വ്യാപാരം നടത്തുന്ന ഒരു വ്യാപാരിയെ സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവവും ഗ്രാമപഞ്ചായത്ത് വാഹനത്തിന്റെ ഡ്രൈവറെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവം പ്രദേശത്ത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഒത്തിരി കുട്ടികളുടെ ഭാവി അവതാളത്തിലാവുന്നുണ്ട്. ഒപ്പം ആ പോസ്റ്റ് ഓഫീസ് കണക്കുള്ള ആ ഭാഗത്തെ താമസക്കാർക്ക് ഇന്നെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, പോസ്റ്റ് ഓഫീസ് ഭാഗത്ത് താമസിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ഒന്നും താമസിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ് വന്നിരിക്കുന്നത്. കാരണം ഭയങ്കര ബഹളമെന്നായിരുന്നു. രാത്രി മുഴുവനും ഒച്ചപ്പാടും തെറിയും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമാണ്. നമുക്കവിടെ മുന്നോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെ ഒന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. അക്രമ മനോഭാവത്തോടെ ആർക്കും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കത്തിയും മാരകായുധങ്ങളുമായിട്ട് പുറത്തേക്ക് ചാടുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആരും അത് കാരണം പേടിച്ചിട്ട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്താണേലും ശരിക്കും നിയമ നടപടികൾ ഉണ്ടാകാതെ നമ്മുടെ ഈ നാട് രക്ഷപ്പെടില്ല, അത് പൂർണ്ണമായിട്ട് ഉറപ്പാണ്. ഇതിനു പുറമെ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് പരിക്കേറ്റ് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്ന സംഭവം കഴിഞ്ഞ മാസമാണ് റിപ്പോർട്ട് ചെയ്തത്. ചെറുതോണി ടൗണിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിക്കുന്നതെന്നും വഴിയാത്രക്കാരെ അസഭ്യം പറയുക, സ്ത്രീകൾക്ക് നേരെ മോശം ആംഗ്യങ്ങൾ കാണിക്കുക, പൊതുസ്ഥലങ്ങളിൽ ഭീതിയുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുക തുടങ്ങിയ പരാതികൾ നിരന്തരം ഉയർന്നതായും നിവേദനത്തിൽ പറയുന്നു. സംഘത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർക്കുള്ളതായി പറയപ്പെടുന്ന വിവിധ ബന്ധങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ടൗണിലും ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലും പോലീസ് പട്രോളിംഗും മഫ്തി പരിശോധനയും ശക്തമാക്കണമെന്നും വനിതാ വിംഗ് ആവശ്യപ്പെട്ടു. കൂടാതെ കുറ്റകൃത്യങ്ങൾക്ക് സാധ്യതയുള്ള മേഖലകളിൽ നിരന്തര നിരീക്ഷണം ഏർപ്പെടുത്തി ലഹരി ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടതായി വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ആഗ്നസ് ബേബി പറഞ്ഞു.
വ്യാപാരി സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും വിവിധ സാമൂഹിക സംഘടനകളും വിഷയത്തിൽ പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ നാടിന്റെ സുരക്ഷയും പൊതുസമാധാനവും മുൻനിർത്തിയാണ് വനിതാ വ്യാപാരികൾ മുന്നിട്ടിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. IMA ബ്ലഡ് സെന്ററിന്റെ നേതൃത്വത്തിൽ ജൂൺ 14 ലോക ബ്ലഡ് ഡോണർ ഡേ ആചരണം നടത്തുന്നു. നടുക്കണ്ടം IMA ഹാളിൽ സംഘടിപ്പിക്കുന്ന യോഗം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K. ദീപക് വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. DMO ഇൻചാർജ് ഡോക്ടർ സുരേഷ് വർഗീസ് മുഖ്യ അതിഥിയായിരിക്കും. ഡോക്ടർ CV ജേക്കബ്, ഡോക്ടർ ചാൾസ് K. തോമസ്, ഡോക്ടർ സോണി തോമസ്, ഡോക്ടർ K. സുദർശൻ തുടങ്ങി നിരവധി വ്യക്തികൾ സംസാരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുകിട വ്യവസായ അസോസിയേഷൻ ഇടുക്കി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ വ്യവസായ സംവാദവും ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫിന് സ്വീകരണവും നൽകി. ഇടുക്കി വികസന പാക്കേജ് പ്രകാരം നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇടുക്കി പാക്കേജ് അവലോകന യോഗത്തിൽ തീരുമാനം. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി, നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അമിത ലോഡുമായി എത്തുന്ന തടിലോറികൾ സർവീസ് വയറുകളും കേബിളുകളും പൊട്ടിക്കുന്നത് പതിവാകുന്നു. കരിമണ്ണൂർ ഏഴുമുട്ടം ഭാഗങ്ങളിലാണ് ആളുകൾക്ക് ഭീഷണിയായി നിയമം പാലിക്കാതെ തടിലോറികളുടെ അനധികൃത സർവീസ്. ഉത്തരവാദിത്വപ്പെട്ട പാർട്ടി നേതാക്കന്മാർ വാർത്തയിൽ ഇടം പിടിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന രീതി ശരിയാണോ എന്ന് അവർ തന്നെ പരിശോധിക്കണമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന പരമ്പരാഗത തൊഴിലായ കള്ളുചെത്ത് വ്യവസായത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന മനോജ് കോക്കാട്ട് പിൻവലിക്കണമെന്ന് BMS സംസ്ഥാന സെക്രട്ടറി CV വർഗീസ് ആവശ്യപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.